സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയർ വി എച്ച് സിക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള പേപ്പർ. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് യൂണിറ്റ് 2 ആണ്. എൻ്റർപ്രണറിയൽ കോമ്പിറ്റൻസീസ് എന്നുള്ളതാണ് അതിൻ്റെ ടോപ്പിക്ക്. സംരംഭകത്വ കഴിവുകൾ. എൻ്റർപ്രണറിയൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ കോമ്പിറ്റൻസീസ് ആർ a set of skills, related knowledge and attitude that helps an individual to perform an activity. ഒരു വ്യക്തിയെ ഒരു പ്രവർത്തനം നടത്താൻ സഹായിക്കുന്ന കഴിവുകൾ, ബന്ധപ്പെട്ട അറിവ്, മനോഭാവം എന്നിവയുടെ ഒരു കൂട്ടത്തെയാണ് കോമ്പിറ്റൻസീസ് അഥവാ കഴിവുകൾ എന്ന് പറയാം. ഒരു വ്യക്തിയെ ഒരു പ്രവർത്തനം നടത്താൻ സഹായിക്കുന്ന കഴിവുകൾ, ബന്ധപ്പെട്ട അറിവ്, മനോഭാവം ഇവയെ ഒരുമിച്ച് പറയുന്ന പേരാണ് കഴിവുകൾ എന്നുള്ളത്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കോമ്പിറ്റൻസീസ് ഓഫ് ആൻ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ? അതായത് സംരംഭകൻ്റെ വ്യത്യസ്ത കഴിവുകൾ ഏതൊക്കെ? ഡിസിഷൻ മേക്കിംഗ് കോമ്പിറ്റൻസി, തീരുമാനമെടുക്കാനുള്ള കഴിവ്. ദെൻ പ്രോബ്ലം സോൾവിങ് കോമ്പിറ്റൻസി, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ദെൻ റിസ്ക് ബിയറിംഗ് കോമ്പിറ്റൻസി, അപകട സാധ്യത വഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ദെൻ ലീഡർഷിപ്പ് കോമ്പിറ്റൻസി, നേതൃത്വ കഴിവുണ്ടായിരിക്കും. ദെൻ കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി, ആശയവിനിമയ കഴിവുണ്ടായിരിക്കും. ദെൻ കോമ്പിറ്റൻസി ഓഫ് എൻ്റർപ്രണർ ഇൻ ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ്, ഉപഭോക്താക്കളുമായി ഇടപഴകുന്നതിൽ സംരംഭകൻ്റെ കഴിവ്. അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഉപഭോക്താവിനെ സംരംഭത്തിലേക്ക് ആകർഷിക്കാനുള്ള രീതി. കോമ്പിറ്റൻസി ഓഫ് എൻ്റർപ്രണർ ഇൻ ഡിസ്ചാർജിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ സംരംഭകനുള്ള കഴിവ്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാണ്. എന്താണ് ഫസ്റ്റ് പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ? തീരുമാനമെടുക്കാനുള്ള കഴിവെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാണ് തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻ എൻ്റർപ്രണർ ഹാസ് ടു ടേക്ക് number of decisions to run the business. Decision making process involves the following aspects. ബിസിനസ് നടത്തുന്നതിന് ഒരു സംരംഭകന് നിരവധി തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? കൺസീവിങ് ആൻഡ് ഐഡൻറ്റിഫൈയിങ് ബിസിനസ് ഐഡിയാസ്, ബിസിനസ് ആശയങ്ങളെ രൂപപ്പെടുത്തുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളത് തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമാണ്. Then establishing an industrial concern to put those ideas into practice. ആ ആശയങ്ങളെ പ്രയോഗത്തിൽ വരുത്തുന്നതിന് ഒരു വ്യാവസായിക സ്ഥാപനം സ്ഥാപിക്കുക. Then converting that industrial concern into a fast growing and profit making unit. ആ ഒരു വ്യാവസായിക സ്ഥാപനത്തെ അതിവേഗം വളരുന്നതും ലാഭമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു യൂണിറ്റാക്കി മാറ്റുക. ഇതാണ് ഡിസിഷൻ മേക്കിംഗ് എന്നതിൻ്റെ അണ്ടറിൽ വരുന്നത്. രണ്ടാമത് വരുന്നതാണ് പ്രോബ്ലം സോൾവിങ് കോമ്പിറ്റൻസി, അതായത് പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്. ആൻ എൻ്റർപ്രണർ ഹാസ് ടു ഫേസ് വേരിയസ് പ്രോബ്ലംസ് വൈൽ റണ്ണിങ് എ ബിസിനസ് യൂണിറ്റ്. ഒരു ബിസിനസ് യൂണിറ്റ് നടത്തുമ്പോൾ ഒരു സംരംഭകന് വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. എൻ്റർപ്രണർ മസ്റ്റ് ഹാവ് ദ എബിലിറ്റി ടു foresee such problems and to find out an appropriate solution without delay. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാനും കാലതാമസമില്ലാതെ ഉചിതമായുള്ള പരിഹാരം കണ്ടെത്താനുമുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? സംരംഭകന് ഉണ്ടായിരിക്കണം. The following points are to be borne in mind while solving a problem. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ ഇനി പറയുന്ന പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണത്? ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുക. ദെൻ കളക്ട് നെസസറി ഇൻഫർമേഷൻ, ആവശ്യമായ വിവരങ്ങളെ ശേഖരിക്കുക. ദെൻ ഡിഫൈൻ ദ പ്രോബ്ലം പ്രോപ്പർലി, പ്രശ്നത്തെ ശരിയായിട്ട് അതിനെ നിർവചിക്കുക, എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ലിസ്റ്റ് ഡൗൺ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്, ഈ മറ്റ് പരിഹാരങ്ങൾ കണ്ടെത്തുക, മറ്റ് പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ദെൻ സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ, ഏറ്റവും അനുയോജ്യമായ പരിഹാരം തിരഞ്ഞെടുക്കുക. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സെലക്റ്റഡ് സൊല്യൂഷൻ, നമ്മൾ തിരഞ്ഞെടുത്ത പരിഹാരം അതിനെ നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഇനി വരുന്നതോ ഫോളോ അപ്പ്, അതിനെ നിരന്തരം ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ നിലവിലുള്ള അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അതിനെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. ഇനി എന്താണ് റിസ്ക് ബിയറിംഗ് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ?
അതായത് റിസ്ക് വഹിക്കാനുള്ള കഴിവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? റിസ്ക് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ അൺസർട്ടനിറ്റീസ് ഇൻ ദ ബിസിനസ്സിൽ നഷ്ടമോ അല്ലെങ്കിൽ അനിശ്ചിതത്വമോ സംഭവിക്കുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ്, അതാണ് റിസ്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ദ എന്റർപ്രണർ ഹാസ് ടു ഫേസ് നമ്പർ ഓഫ് റിസ്ക്. സംരംഭകന് നിരവധി അപകട സാധ്യതകൾ നേരിടേണ്ടി വരും. റിസ്ക് ക്യാൻ ഓൾസോ ബി ഡ്യൂ ടു ഫയർ, ആക്സിഡൻറ്റ്സ് ആൻഡ് നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് എർത്ത്ക്വേക്ക്, ഫ്ലഡ് എക്സെട്ര. അതായത് തീപിടുത്തം, അപകടങ്ങൾ, ഭൂകമ്പം, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലവും അപകട സാധ്യതകൾ ഉണ്ടാവാറുണ്ട്. But risk can be due to change in fashion, change in attitude of the customers, reduction in purchasing power, severe competition in the market, etc. അപ്പോൾ ഫാഷനുകൾ മാറുമ്പോൾ, ഉപഭോക്താക്കളുടെ മനോഭാവം മാറുമ്പോൾ, വാങ്ങൽ ശേഷിയിലെ കുറവ് മൂലം വിപണിയിലെ കടുത്ത മത്സരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഏറ്റവും വലിയ അപകട സാധ്യതയാണ്. സം ഓഫ് ദ റിസ്ക് ക്യാൻ മാനേജ് ത്രൂ ഇൻഷുറൻസ് പോളിസീസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസ്ക് ഡ്യൂ ടു ഫയർ, ആക്സിഡൻസ് എക്സെട്ര ആൻഡ് വൈൽ അതർ റിസ്ക് കനോട്ട് ബി മാനേജ്ഡ് ത്രൂ ഇൻഷുറൻസ് പോളിസീസ്. ചില അപകട സാധ്യതകളെ ഇൻഷുറൻസ് പോളിസികളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈകാര്യം ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് തീപിടുത്തം, അപകടങ്ങൾ ഇവയൊക്കെ തന്നെ. എന്നാൽ ചില അപകട സാധ്യതകളെ ഇൻഷുറൻസ് പോളിസിയിലൂടെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഏതൊക്കെ അതിൽ വരിക? വില മാറിയാൽ, ഉപഭോക്താക്കളുടെ മനോഭാവം മാറിയാൽ, ഇതൊക്കെ ഇൻഷുറൻസ് പോളിസി വഴി നമുക്ക് മാറ്റാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ഇതിനെയും ഓവർകം ചെയ്യാൻ ഒരു സംരംഭകന് തയ്യാറാവണം. ദ ലീഡർഷിപ്പ് കോമ്പറ്റൻസി ഓഫ് എന്റർപ്രണർ. സംരംഭകൻ്റെ നേതൃത്വപരമായുള്ള കഴിവ്. അപ്പോൾ ലീഡർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുക? ലീഡർഷിപ്പ് എന്ന് പറയുക. അപ്പോൾ ആൻ എന്റർപ്രണർ ആസ് എ ലീഡർ മസ്റ്റ് ബി എ ഹെഡ് ഓഫ് ദ ഗ്രൂപ്പ് ഇൻ ഫോർമുലേറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ബിസിനസ് ഐഡിയാസ്. ഒരു നേതാവ് എന്ന നിലയിൽ ഒരു സംരംഭകൻ ബിസിനസ് ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും നടപ്പിലാക്കുന്നതിലും ഗ്രൂപ്പിനേക്കാൾ മുന്നിലായിരിക്കണം. എ ഗുഡ് ലീഡർ, അതായത് ഒരു നല്ല നേതാവ് എന്ന് പറയുമ്പോൾ ഹെൽപ്സ് ഇൻ ഗൈഡിങ് ആൻഡ് ഇൻസ്പയറിംഗ് എംപ്ലോയീസ്. ജീവനക്കാരെ നയിക്കാനും പ്രചോദിപ്പിക്കാനും സഹായിക്കുന്ന ആളായിരിക്കണം. ദെൻ സെക്യൂർസ് കോപ്പറേഷൻ ഓഫ് മെമ്പേഴ്സ്. അംഗങ്ങളുടെ സഹകരണം ഉറപ്പാക്കണം. ദെൻ ക്രിയേറ്റ്സ് കോൺഫിഡൻസ് എമംഗ് ദ സ്റ്റാഫ്. ജീവനക്കാർക്കിടയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കണം. ദെൻ ഡെവലപ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് ഗുഡ് വർക്ക്. നല്ല തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കണം. ഒരു നല്ല തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതിനെ വികസിപ്പിക്കുകയും പരിപാലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഏതൊക്കെ തരത്തിലുള്ള നേതാക്കളാണ് ഉണ്ടാവുക? ടൈപ്സ് ഓഫ് ലീഡേഴ്സ്, നേതാക്കളുടെ തരങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് ഡെമോക്രാറ്റിക് ലീഡേഴ്സാണ്. എ ഡെമോക്രാറ്റിക് ലീഡർ ഓൾവേസ് കൺസൾട്ട്സ് ഹിസ് സബോർഡിനേറ്റ്സ് ബിഫോർ ടേക്കിംഗ് ഡിസിഷൻസ്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു ജനാധിപത്യ നേതാവ് എപ്പോഴും തൻ്റെ കീഴുദ്യോഗസ്ഥരുമായിട്ട് കൂടിയാലോചിച്ചു കൊണ്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. ഇനി ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ്, ഏകാധിപത്യ നേതാക്കൾ എന്ന് പറയുമ്പോൾ ആൻ ഓട്ടോക്രാറ്റിക് ലീഡർ ഇഷ്യൂസ് ഓർഡേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ആർ നോട്ട് ഗിവൺ എനി ഇൻവോൾവ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഒരു സ്വേച്ഛാധിപത്യ നേതാവ് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ കീഴുദ്യോഗസ്ഥന്മാർക്ക് ഒരു പങ്കാളിത്തം നൽകാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇൻ്റലക്ച്വൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ intellectual leaders use their wisdom and knowledge to win the respect and confidence of subordinates. അപ്പോൾ ബുദ്ധിജീവി നേതാക്കൾ എന്ന് പറയുമ്പോൾ അവർ കീഴുദ്യോഗസ്ഥരുടെ ആദരവും വിശ്വാസവും നേടിയെടുക്കാൻ വേണ്ടി അവരുടെ ജ്ഞാനവും അറിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സംരംഭത്തെ മാക്സിമം ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കുന്നവരാണ്. ഇനി വരുന്നത് ലേസസ് ഫെയർ ലീഡേഴ്സാണ്. These leaders do not take any decisions or frame the policies and programs of the enterprise. The subordinates are free to take decision or frame policies. ഈ നേതാക്കൾ തീരുമാനങ്ങളൊന്നും എടുക്കുകയോ എൻ്റർപ്രൈസിൻ്റെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തുകയോ ഒന്നും ചെയ്യില്ല. തീരുമാനങ്ങൾ എടുക്കാനോ നയങ്ങൾ രൂപപ്പെടുത്താനോ ആർക്കാണ് സ്വാതന്ത്ര്യമുള്ളത്? കീഴുദ്യോഗസ്ഥന്മാർക്കാണ് സ്വാതന്ത്ര്യമുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ക്രിയേറ്റീവ് ലീഡേഴ്സിനെ കുറിച്ചാണ്. These leaders encourage their subordinates to innovate new ideas and encourage them to do the work in a better, meaningful way. ഈ നേതാക്കൾ അവരുടെ കീഴുദ്യോഗസ്ഥരെ പുതിയ ആശയങ്ങൾ നവീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും മികച്ചതും അർത്ഥവത്തായതുമായ രീതിയിൽ ജോലി ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വരുന്നത് പെർസ്വേസീവ് ലീഡേഴ്സാണ്, അനുനയിപ്പിക്കുന്ന നേതാക്കളാണ്. These leaders possesses magnetic and inspiring personalities
അണ്ടർ ദിസ് ലീഡർ വർക്കേഴ്സ് വിൽ ഡു ഡിഫിക്കൽട്ട് വർക്ക് വിത്തൗട്ട് കംപ്ലൈൻസ്. അതായത് ഈ നേതാക്കൾക്ക് കാന്തികവും പ്രചോദനാത്മകവുമായിട്ടുള്ള വ്യക്തിത്വമാണുള്ളത്. ഈ നേതാവിൻ്റെ കീഴിൽ തൊഴിലാളികൾ പരാതികളില്ലാതെ ബുദ്ധിമുട്ടുള്ള ജോലികൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് അവരെ പ്രചോദിപ്പിക്കാനുള്ള ഒരു കഴിവ് ആ നേതാക്കൾക്ക് ഉണ്ടായിരിക്കും. ഇനി കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ഓഫ് എൻ്റർപ്രണർ, സംരംഭകൻ്റെ ആശയവിനിമയ കഴിവിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഇമോഷൻസ്, ഫീലിംഗ്സ്, തോട്ട്സ് എക്സെട്ര ബിറ്റ്വീൻ two or more persons through speech, writings or gestures. ആശയങ്ങൾ, വികാരങ്ങൾ, ചിന്തകൾ തുടങ്ങിയ രണ്ടോ അതിലധികമോ വ്യക്തികൾക്കിടയിൽ സംസാരത്തിലൂടെയോ എഴുത്തുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുക, ആശയവിനിമയം എന്ന് പറയാം അല്ലേ. ആശയവിനിമയ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് ഒരാശയം കൈമാറ്റം ചെയ്ത് അത് എൻകോഡ് ചെയ്യുന്നു, പിന്നീട് അത് ചാനലൈസ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു, ലാസ്റ്റ് അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ, അതായത് ഒഴുക്കിൻ്റെ ദിശ അനുസരിച്ച്, അതായത് ആശയത്തിൻ്റെ ഒഴുക്കിൻ്റെ ദിശ അനുസരിച്ച് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മുകളിലേക്കുള്ള ആശയവിനിമയം എന്ന് പറയുമ്പോൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഫ്രം ദ സബോർഡിനേറ്റ് ടു സുപ്പീരിയർ. ഒരു കീഴുദ്യോഗസ്ഥനിൽ നിന്ന് മേലുദ്യോഗസ്ഥനിലേക്ക് ആശയങ്ങൾ ഉയരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് ഒരു റിപ്പോർട്ടോ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ അഭിപ്രായമോ സജഷനോ അല്ലെങ്കിൽ ഗ്രീവാൻസസ്, അതായത് നിർദ്ദേശങ്ങളോ പരാതികളോ എന്തുമാകാം, താഴെ ഉദ്യോഗസ്ഥനിൽ നിന്ന് മുകളിലേക്ക് എത്തുന്നതിനെയാണ് എന്ത് പറയുക, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇനി എന്താണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? താഴേക്കുള്ള ആശയവിനിമയം. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ദ സുപ്പീരിയർ ടു സബോർഡിനേറ്റേഴ്സ്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് കീഴുദ്യോഗസ്ഥരിലേക്കുള്ള ആശയവിനിമയം. അതിന് ഉദാഹരണമാണ് നോട്ടീസ്, മെമ്മോ, സർക്കുലർ, ഓർഡേഴ്സ് എക്സെട്ര. ഇനി ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, തിരശ്ചീന ആശയവിനിമയം. It refers to the flow of communication between persons holding same position in the organization, that is superior to superior or subordinates to subordinates. ഇപ്പോൾ ഓർഗനൈസേഷനിൽ ഒരേ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയത്തിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇനി എനിത്തിങ് ദാറ്റ് ഹിൻഡേഴ്സ് ഓർ ഒബ്സ്റ്റാക്കിൾസ് ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. അതായത് ആശയവിനിമയത്തിലുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് ദാറ്റ് ഹിൻഡേഴ്സ് ഓർ ഒബ്സ്റ്റാക്കിൾസ് ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ആശയവിനിമയ പ്രക്രിയ തടസ്സമോ അതായത് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഉണ്ടാകുന്നതിനെയാണ് നമ്മളങ്ങനെ പറയാം. ലിസണിങ് ബാരിയേഴ്സ് വരിക, അതിലെന്തൊക്കെ വരും? ഇൻ്റർപ്രറ്റിംഗ് ദ സ്പീക്കർ, അതുപോലെ നോട്ട് മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട് വിത്ത് ദ സ്പീക്കർ, ദെൻ ഇഗ്നോറിംഗ് ദ സ്പീക്കേഴ്സ് റിക്വസ്റ്റ്. ഇതെല്ലാം തന്നെ ലിസണിങ് ബാരിയേഴ്സാണ്. ഇനി ബാരിയേഴ്സ് വൈൽ സ്പീക്കിംഗ്, സംസാരിക്കുമ്പോഴുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ അൺക്ലിയർ മെസ്സേജസ്, ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസ്, നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ റിസീവർ, പുവർ ഐ കോണ്ടാക്റ്റ്. ഇതൊക്കെയാണ് സ്പീക്കിംഗ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻ ദ ഫോളോയിങ് വേ ദ എൻ്റർപ്രണർ ക്യാൻ ഡെവലപ്പ് ഹിസ് കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി. ഇനി പറയുന്ന രീതിയിൽ സംരംഭകൻ തൻ്റെ ആശയവിനിമയ കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ദ ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഷുഡ് ബി ക്ലിയർ, സിമ്പിൾ ആൻഡ് പ്രിസൈസ്. അപ്പോൾ അറിയേണ്ട നിർദ്ദേശങ്ങൾ, ഓർഡറുകൾ വ്യക്തവും ലളിതവും കൃത്യവുമായിരിക്കണം. ദെൻ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി ഡൺ അറ്റ് ദ റൈറ്റ് ടൈം. ശരിയായ സമയത്ത് ആശയവിനിമയം നടത്തിയിരിക്കണം. ദ എൻ്റർപ്രണർ മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ദ മെസ്സേജ് ഈസ് പ്രോപ്പർലി അണ്ടർസ്റ്റുഡ് ബൈ ദ പേഴ്സൺസ് ടു ഹൂം ഇറ്റ് ഈസ് മെയിൻഡ്. അതായത് സന്ദേശം അത് ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ശരിയായി മനസ്സിലാക്കുന്നുവെന്ന് ആരുറപ്പാക്കണം? സംരംഭകന് ഉറപ്പാക്കണം. നെക്സ്റ്റ്, ദ മെസ്സേജ് ഷുഡ് ബി ഇൻ ലൈൻ വിത്ത് ദ പോളിസീസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദ എൻ്റർപ്രൈസ്. അതായത് സന്ദേശം എൻ്റർപ്രൈസസിൻ്റെ നയങ്ങൾ, ലക്ഷ്യങ്ങൾ, പ്രോഗ്രാം എന്നിവയ്ക്ക് അനുസൃതമായിരിക്കണം. ഇനി വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡൺ വെൻ ദ പേഴ്സൺ ടു റിസീവ് ദ മെസ്സേജ് ഈസ് നോട്ട് ബിസി. ഇപ്പോൾ തിരക്കിലല്ലാതിരിക്കുന്ന സമയത്താണ് ആശയം സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമ്പിറ്റൻസി ഓഫ് എൻ്റർപ്രണർ ഇൻ ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ്, അതായത് ഉപഭോക്താക്കളുമായിട്ട് ഇടപഴകുന്നതിൽ സംരംഭകൻ്റെ കഴിവുകൾ എന്തൊക്കെ
ഇതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.